നമ്മുടെ യൂത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും. 2023 ഡിസംബറിൽ ഒരു നല്ല കുടുംബത്തിൽപ്പെട്ട പെണ്ണ് നിസ്കാരം നിർത്തിയത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ജനുവരിയിലും കേട്ടിട്ടുണ്ട്. നല്ല കുടുംബത്തിലെ ഒരു പെൺകുട്ടി നിസ്കാരം നിർത്തി. പെൺകുട്ടി, ആരല്ല, ആൺകുട്ടിയല്ല, ആൺകുട്ടികൾ പോട്ടെ, നിസ്കാരം നിർത്തി. അവർക്ക് നിസ്കാരം വേണ്ട. എന്തുകൊണ്ട്? അവർക്ക് അത്രയും വലിയ വിദ്യാഭ്യാസം ഉണ്ടായി. ഏറ്റവും ചുരുങ്ങിയത് അവർ അഗ്നോസ്റ്റിക്കാണ്. ഏത്തിസ്റ്റ് ആയിട്ടില്ലെങ്കിലും ഏത്തിസത്തിലേക്ക് ആദ്യം അഗ്നോസ്റ്റിക്കായിട്ട് പിന്നെ ഏത്തിസത്തിലേക്ക് കയറുക. ദൈവം ഉണ്ടോ അല്ലേ എന്നൊരു ഡൗട്ട്. ഇതാണ് അഗ്നോസ്റ്റിക്കിന്റെ അവസ്ഥ. നമ്മുടെ യൂത്ത് അങ്ങനെയാണ്. ഇനി അതങ്ങനെ സാർവത്രികവും. വേൾഡ് സോഷ്യോളജിസ്റ്റുകളുടെ വീക്ഷണം അനുസരിച്ച് 2050 ആകുമ്പോൾ ലോകത്തെ ഏറ്റവും ആളുകളുള്ള നിരീശ്വരവാദ രാജ്യം ഇന്ത്യയായിരിക്കും. വേൾഡ് സോഷ്യോളജിസ്റ്റുകളുടെ വീക്ഷണം അനുസരിച്ച് 2050 ആകുമ്പോൾ ഭൂമിയിലെ ഏറ്റവും ആളുകൾ നിരീശ്വരവാദികളായ രാജ്യം ഇന്ത്യയായിരിക്കും. അവിടെയൊക്കെ പോണത്. അവിടെയാണ് ഇപ്പൊ നമ്മൾ പള്ളി കമ്മിറ്റിയായത്. അപ്പൊ പഴയ കാലത്തെ കാരനോര് കൊച്ചിയും മുളിയും കഴിയൂല. അപ്പൊ മൂപ്പര് കമ്മിറ്റികൾ വിട്ടുകൊടുത്തു. ഇന്നെ കൊണ്ടാവൂല കുട്ടികളെ. ഇപ്പൊ ഇനി കമ്മിറ്റിന്ന് പോകാനൊന്നും നിർവാഹമില്ല. പക്ഷെ കമ്മിറ്റി ആകണം. ഇനി കമ്മിറ്റി ആയവർക്ക് കമ്മിറ്റി ആകല്ലാത്ത വേറൊരു പണി ഉണ്ടാവില്ല. പണിയോട് പണിയിരിക്കും. കാരണം എന്തുകൊണ്ട്? ഉമ്മത്തിന് ഈമാനില്ല. ഈമാനില്ലാതെ ഓടുകയാണ്. ഞാൻ ഈ പറഞ്ഞ 2 കുടുംബവും 2 പെൺകുട്ടികളെ പറ്റി പറഞ്ഞല്ലോ, അവരൊക്കെ നല്ല തറവാട്ടുകാരാണ്. ഇപ്പൊ ഏത്തിസ്റ്റുകളുടെ ഒരുപാട് സമ്മേളനങ്ങൾ തിരൂര് നടന്നു. മലപ്പുറം ജില്ലയിൽ തിരൂര് നടന്നു. കുറെ സമ്മേളനങ്ങൾ നിലമ്പൂരാണ്. ഈ സമ്മേളനങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നത് മുസ്ലിം യുവതികളാണ്. ഈ പെണ്ണുങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്, എന്റെ പേരിലായിരുന്നു മൂലർക്ക് ചെലവ്, എന്റെ വാപ്പ പള്ളിന്റെ എന്നാലിന്നാളായിരുന്നു എന്ന്. ഇപ്പോൾ ഇവിടെ നെറ്റ് ഉണ്ടെങ്കിൽ അടിച്ചാൽ കിട്ടും. അതായത് ആഭിജാത്യമുള്ള, തറവാടിത്തമുള്ള, മനസ്സിലായില്ലേ, സൊസൈറ്റിയിൽ വലിയ സ്ഥാനമുള്ള കുടുംബത്തിലെ യൂത്തിന്റെ മാനസിക സാഹചര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളെ ബാധ്യത ഇപ്പം എന്താ? പള്ളിക്കലെ മൂല്യരെ ശമ്പളം കൊടുക്കൽ ഇന്നൊരു വിഷയമല്ല. എന്തുകൊണ്ട്? എന്താണെങ്കിലും ചെലവഴിക്കാൻ തയ്യാറുള്ള ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. മൂല്യർക്കൊരു കൊല്ലത്തിൽ 2 ലക്ഷം റുപ്യ ശമ്പളം വരും എന്ന് സങ്കല്പിക്കുക. അല്ല, 2.5 ലക്ഷം റുപ്യ മൂല്യർക്ക് ശമ്പളം വരും എന്ന് സങ്കല്പിക്കുക. വേണ്ട, 3 ലക്ഷം റുപ്യ ശമ്പളം വരും എന്ന് സങ്കല്പിക്കുക. നാട്ടിലൊരു മുതലാളിനെ കണ്ടു. എല്ലാ മഹലിലുള്ളേ അത്യാവശ്യ നിയമത്തുള്ള ഒരാളെ നിങ്ങൾ റമദാനിൽ പോയി കണ്ടു. എന്നിട്ട് ഓനോട് എന്ത് പറഞ്ഞു? എടാ, പള്ളിക്ക് പല പണിയുണ്ട്, ഞങ്ങൾക്ക് തന്നെ പണി ഇപ്പൊ വേറെയാണ്, ഇതൊന്നും അല്ല പണി, ഇപ്പൊ ശമ്പളം ഉണ്ടാക്കണ പണിയിലല്ലേ ഞങ്ങള്, അതുകൊണ്ട് 1 കൊല്ലത്തെ മൂല്യർ ശമ്പളം ചെയ്യിക്കണം. അപ്പൊ ഓൻ പറയും, ഞാൻ ഒറ്റക്കണ്ട, എന്റെ എളാപ്പാന്റെ മകൻ കുഞ്ഞാനോട് കൂടി ഞാൻ പറയാം, ഞങ്ങൾ 2 ആളും കൂടി ഏറ്റോളാം, മതി. അങ്ങനെ പറയണോട് ഇനി നമ്മളെ മാലിലുണ്ടോ അല്ലേ? നമ്മൾ ഇറങ്ങി ചോദിക്കാത്തോണ്ടല്ലേ. അപ്പൊ മൂല്യരെ ശമ്പളം കൊടുക്കൽ ഇന്നൊരു പ്രശ്നം അല്ല. എന്ത് പ്രശ്നം? അന്ന് 20 ചാക്ക് നെല്ലാണ് ഒപ്പിക്കണമെങ്കിൽ കുറച്ച് നയിപ്പുണ്ട്. ഇന്നത് പ്രശ്നേ അല്ല. എന്റെ വാപ്പ പറയും, ഞാൻ 2 ഏക്കർ ഭൂമി ഞാൻ 800 റുപ്യക്ക് വാങ്ങിയതാണ്ടാ, 800 റുപ്യക്ക് വാങ്ങിയതാണ്ടാ. ഇന്ന് 800 റുപ്യക്ക് മര്യാദക്ക് ഒരു ചെരുപ്പിട്ടില്ല. എന്നിട്ട് ആരും ചെരുപ്പിടാലോട്ട് നിന്നിട്ടില്ല. ഇന്ന് പണം എന്ന് പറഞ്ഞ എന്തൊക്കെയാണെങ്കിലും ഇല്ലെങ്കിലും ഉണ്ട്. ഇല്ല നമ്മൾ പറയാ, എന്നാലുണ്ട്. ഇല്ല എന്ന് പറയുന്ന ഒരു പേടിയോണ്ടാണ്. ഇല്ലാതെ ആവുമോ? എന്നാലും ഉണ്ട്. ആഴ്ചയിൽ 2 മന്തിയെങ്കിലും തിന്നാത്തോരില്ല. ഒരു മന്തിയും കല്യാണം കൂടി, പിന്നെന്താ ബിരിയാണിയും കൂടി ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു റായത്തുള്ള ഒരു നിശ്ചയം കല്യാണമൊന്നും. അത് തിരിച്ചു വരി. ഇന്ന് പണം ഉണ്ടാക്കലൊരു പ്രശ്നമല്ല, പള്ളി ഒളിച്ചെന്നാക്കല് പ്രശ്നമല്ല. ഇനി പള്ളിന്റെ ചെരിവ് പൊളിച്ചിട്ട് നന്നാക്കണം. നിങ്ങളെല്ലാവരും ഒരു ദിവസം രാവിലെ ഒരു നല്ല ഒരുത്തൻ്റെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എടുത്ത് പോയി. ഇന്നത്തെ അവസ്ഥ പറയുന്നത് എന്താണെങ്കിലും നമ്മളെ കുറച്ച് ബാല്യക്കാർക്കെങ്കിലും ഒരു ഇടത്തരക്കാരായ യുവാക്കൾക്കെങ്കിലും പള്ളിക്ക് ചെലവഴിക്കണം എന്നൊക്കെ ഉള്ളൊരു ബോധം ഇന്നത്തെ കാലത്ത് ഇല്ലേ? പറയില്ലേ? ഉണ്ട്. പോയിട്ട് പറയടാ, പള്ളിയിലെ ചെരുവ പോയി നന്നാക്കണം. കമ്മിറ്റിയുടെ കയ്യിരിപ്പൊന്നുമില്ല. ഇഷാനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ. അപ്പോൾ പറയും, ആരോട് പറയണ്ട, ഞാൻ ഏറ്റെടുത്തു. എൻ്റെ ഈ അടുത്ത കാലത്ത് തന്നെ എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. അതിന് എത്ര വരും ഉസ്താദെ? 2-3 ലക്ഷം റുപ്യ വരും. ഇനി ഉസ്താദ് ആരോട് പറയണ്ട, ഞാൻ ചെയ്തുതരാം എന്ന് പറയണ എത്രയോ ആളുകൾ എൻ്റെ അടുത്തുണ്ട്. ഞാൻ അറിയുന്ന ആളുകൾ അതിന് ഇത്ര വരും.
10 ലക്ഷം റുപ്യ വരും. അത് ഇനി ഉസ്താദിനോട് പറയണ്ട, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ എനിക്കറിയാം, എല്ലാ മൈലിലും ഉണ്ട്. നമ്മളൊന്ന് ഇരുത്തി മനസ്സിരുത്തി ചെയ്താൽ, പിന്നെ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ വൃത്തിയായി ചെയ്യുന്ന കമ്മിറ്റിക്കാരാണ് എന്നറിഞ്ഞാൽ അത് വൃത്തിയായി ചെയ്തു തരും. പണം ചെലവാക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്. അപ്പൊ ഇന്ന് പണം സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ ഒരളവോളം അള്ളാന്റെ തൗഫീഖിനാൽ ബുദ്ധിമുട്ടല്ല. ഇനി ഒരു ഹദീസ് അർത്ഥം വെക്കുക, ഇതായിരിക്കണം മൂല്യന്മാർ ഒരു മുടി കേൾക്കാനാണ്. ഇനി ഒരു ഹദീസിന് വായന വെക്കുക, ഹുഫത്തിൽ ജന്നത്ത് ബിൽ മക്കാരിഹി. അപ്പൊ അതെന്തായിരിക്കും? ബുദ്ധിമുട്ടുള്ള കാര്യം കൊണ്ടേ സ്വർഗം കിട്ടുള്ളൂ. ഇപ്പൊ പള്ളി പൊളിച്ചെന്നാക്കിൽ ഇപ്പൊ വലിയ സ്വർഗം കിട്ടാനുള്ള വഴിയൊന്നും ആവില്ല, എളുപ്പം നടക്കാനാണ്. ഇന്ന് പള്ളി പൊളിച്ചെന്നാക്കിൽ പണിയല്ല, കാരണം പണം ചെലവാക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ട്. കണ്ടെത്തണേ ഉള്ളൂ, ഉണ്ട് എല്ലാ മൈലിലുണ്ട്. അവരോട് നല്ല നിൽക്കുന്നവരോട് കാര്യം പറഞ്ഞ് നടക്കും. നമ്മളെ ബാല്യക്കാർക്കൊക്കെ എന്താണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ബോധമുള്ള ബാല്യക്കാർ ഇന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. അള്ളാഹു ഈ നിഅമത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അതിൽ നമുക്ക് പ്രശ്നം കുറഞ്ഞു, അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കുറഞ്ഞു. ഇപ്പോൾ ദാറുൽ ഖുർആൻ ഈ കഴിഞ്ഞ കാലത്ത് ദാറുൽ ഖുർആന് 100-200 ആക്കിച്ച അരി വേണം. ഒരു സദസ്സിൽ പറഞ്ഞിട്ടുള്ളൂ, ഒരുത്തൻ പറഞ്ഞു 100 ആക്കി ഞാൻ തരാം ഉസ്താദെ. അപ്പോൾ ഒച്ച കേട്ടപ്പോൾ തന്നെ നമുക്ക് പേടിയാവുമല്ലോ, 100 ആക്കി അരി ഒറ്റയ്ക്ക് ഒരാളെ തരാന്നിട്ടാണ്. ഒന്നും കൂടി നോക്കി എത്രയാണെന്ന് ചോദിച്ചു, 100 ആക്കിയാറും. പിന്നെ ഓനൊരു ഈച്ചക്കുറ്റിൻ്റെ അത്രേ വലിപ്പമുള്ളൂ, 100 ആക്കി ഞാൻ തരാറും. അങ്ങനത്തെ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, എന്തിനുണ്ട്. അപ്പം ഇന്ന് പണം സ്വരൂപിക്കൽ എന്തല്ല, വലിയ പണിയല്ല, ചെറിയ പണിയാണ്. ഹുഫത്തിൽ ജന്നത്ത് ബിൽ മക്കാരിഹി, സ്വർഗം പൊതിയപ്പെട്ടിട്ടുള്ളത് ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ നമ്മളെ ബുദ്ധിമുട്ട് വേറെയാണ്. എന്താ ബുദ്ധിമുട്ട്? മനുഷ്യൻ്റെ കൽബിൽ ഈമാൻ നിലനിർത്തുക തന്നെ. ഇതെന്ന ബുദ്ധിമുട്ട് ഭയങ്കര പണിയാണ്, ഭയങ്കര പ്രയാസമാണ്. അതിന് നമ്മൾ ഇടപെടേണ്ടതുപോലെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇന്നിപ്പം നമ്മൾക്ക് 10 ലക്ഷം 25 ലക്ഷം എഴുതി തരണേ. ഞാൻ പങ്കെടുത്ത ഒരു പരിപാടി, ഈ അടുത്ത കാലത്ത് പങ്കെടുത്തൊരു പരിപാടി, ഒരു മഹല്ലിൽ ഒരു ഖുർആൻ കോളേജ് ഉണ്ടാക്കിയപ്പോൾ ആ ഖുർആൻ കോളേജിന് ഇതുവരെയുള്ള കണക്കിൽ 35 ലക്ഷം റുപ്യ കടം കയറും. അപ്പം ആ മഹല്ലിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അതാരോട് ചോദിക്കണ്ട, ഞാൻ തരാം. എത്ര ലക്ഷം? ഓൻ്റെ മഹല്ലിലെ കോളേജാണ്, ഓൻ പറഞ്ഞു. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അത് നമുക്കൊരു പ്രയാസമുള്ള കാര്യം അല്ല. ഇന്ന് പ്രയാസം ഇതാണ്, നമ്മൾ ശരിക്കും ഇടപെടണം. ഇല്ലെങ്കിൽ ഇവൻ്റെ കുട്ടിയെ നിരീശ്വരവാദിയാവും. ഈ കുട്ടി ഇനി പറയും ചെയ്യും, എന്തു ആ കുട്ടി ആണോ പെണ്ണോ പ്രസംഗിക്കൽ എന്തായിരിക്കും? എൻ്റെ ബാപ്പ 35 ലക്ഷം പള്ളിക്ക് കൊടുത്തപ്പോൾ ആ പൊട്ടപ്പോരത്തിൽ പങ്കെടുത്തോന്നാ ഞാൻ. അന്ന് പടച്ചോല്ലപ്പച്ചി അത് കൊടുക്കണ്ടെന്ന് പറയാനുള്ള മനസ്സ് എനിക്കറിയില്ല. ഇത് ഈ കുട്ടി നാളെ പ്രസംഗിക്കും. നിങ്ങൾക്ക് പറയണത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് 25 ലക്ഷം വാങ്ങൽ എളുപ്പമാണ്, അതേ സമയത്ത് ഈമാൻ ഉറപ്പിക്കൽ പ്രയാസമാണ്. നമ്മൾ അല്ലാഹു തആല ഇമാമാക്കിയത് ഇതിനാണ്. യൂറോപ്യൻ വിദ്യാഭ്യാസം വേണ്ടെന്ന് ഇനി പറയാൻ പറ്റൂല, കാരണം സൊസൈറ്റി അങ്ങനെയാണ്. ഒരു അപകടമുള്ള സാധനമാണല്ലോ മൊബൈൽ, ആണോ അല്ലേ? ആണ്, വേണ്ട അറിയാൻ പറ്റുമോ? മൊബൈൽ ഉണ്ടായിട്ടില്ല നിങ്ങൾ പഠിച്ച് മൊബൈൽ ഓഫാക്കണം എന്ന് പറഞ്ഞിട്ട് വരെ ബേജാറുള്ള എത്ര ആൾ ഈ കൂട്ടത്തിലുണ്ട്. എന്തു സഹിക്കും ഇനി? എന്തുകൊണ്ട് അങ്ങനത്തെ ഏർപ്പാടുകളാണ് ഓരോരുത്തർക്കും? ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കണ നെറ്റ്വർക്കിലപ്പം എല്ലാവരും ഉള്ളത്. ഇത് വേണ്ടാത്തൊരു സാധനമാണ്. ഇതിൻ്റെ പേരിൽ ഉണ്ടായ ഹറാമിന് കണക്കില്ല. ഒരു പോലീസുകാരൻ ഒരു 4-5 കൊല്ലം മുമ്പ് ഉന്നതനായൊരു പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു, നിങ്ങൾ വളരെ ഗ്രാസ് റൂട്ടിൽ പണിയെടുത്തിട്ടില്ലെങ്കിൽ സമുദായം നശിക്കും. ഒരു ഹിന്ദുവായ പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു പ്രമാദമായ കൊലപാതകം അന്വേഷിച്ചു. 3 മാസം ഒരു ഏരിയയിലെ മൊത്തം മൊബൈൽ ഫോണുകൾ മൊത്തം ചെക്ക് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. കൊലയാളികൾ വലിയ അതിവിദഗ്ധന്മാരായതുകൊണ്ട് മൊബൈൽ വഴി ഒരു കാര്യവും അവർ പറഞ്ഞില്ല. ഈ കൊലപാതകത്തിൻ്റെ ഒരു തെളിവ് ഞങ്ങൾക്കോട്ട് കിട്ടിയതുമില്ല. പക്ഷെ ഞങ്ങളെ കയ്യിൽ ചില റിക്കാർഡുകൾ ടാപ്പ് ചെയ്ത് കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. അത് പോലീസ് പുറത്തു വിട്ടാൽ നിങ്ങളുടെ ആ ഏരിയയിലെ മഹല്ലുകളിൽ നിന്ന് 1000കണക്കിന് തൊലാക്കുകൾ നടക്കും. ഇത് സമുന്നതനായ ഒരു പോലീസ് ഓഫീസർ 2015-14 എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞതാണ്. ചില രഹസ്യ ഫോണുകൾ രാത്രി 10 മണിയുടെയും പുലർച്ചെ 2 മണിയുടെയും ഇടയിലുള്ള ഒരുപാട് ഫോൺ കോൾ ഞങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് പുറത്തു വിട്ടാൽ നിങ്ങളെ മഹല്ലുകളിൽ, ആ ഏരിയയിലെ മഹല്ലുകളിൽ ചുരുങ്ങിയത് 1000കണക്കിന് തൊലാക്കുകൾ നടക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഇതിന് ഒരു സാധ്യമായ സാധനമാണല്ലോ. ഏതൊരാൾക്കൊരു പൊരേക്കൊരാളെ അനാവശ്യമായി വിളിച്ചു വരുത്താൻ പറ്റിയ സാധനമാണ് എന്ത്? ലൊക്കേഷൻ മാപ്പാണ് അയച്ചു കൊടുത്താൽ
എവിടെയാണ്, ഏതാണ്, ആരെ പെരയാണെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി ഏത് ബെഡ്റൂമിൽ നിന്നാണോ അയച്ചത് ആ ബെഡ്റൂമിൽ കയറാൻ. ആ രൂപത്തിലല്ലേ പറയും ഇന്നത്തെ സംവിധാനം. അപ്പോൾ വളരെ അപകടം ഉണ്ടാക്കിയൊരു സാധനമാണ് എന്ത്. അതേസമയത്ത് അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും? ഇല്ല. ഇതന്നെ യൂറോപ്യൻ വിദ്യാഭ്യാസം. ചരിത്രത്തിൽ ഏറ്റവും പ്രയാസകരമായ പള്ളി കമ്മിറ്റിയാണ് ഇപ്പോഴത്തെ പള്ളി കമ്മിറ്റി. ചരിത്രത്തിൽ ഏറ്റവും പ്രയാസമാണ് ഇപ്പോഴത്തെ പള്ളി കമ്മിറ്റി. ചരിത്രത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പള്ളി കമ്മിറ്റിയാണ്. ചരിത്രത്തിൽ ഏറ്റവും കൂലിയിട്ടുള്ള പള്ളി കമ്മിറ്റിയാണ്. കാരണം ഒരു കർമ്മിയെയും അള്ള വെറുതെ ആക്കൂല. കർമ്മത്തിനനുസരിച്ച് പ്രതിഫലം കൊടുക്കും. ഒരു സുന്നത്തെ ഹയാത്താക്കിയ 100 ഷഹീദിന്റെ കൂലി കിട്ടും. എന്തുകൊണ്ട്? ഒരു സുന്നത്തെ ഹയാത്താക്കിയാൽ അവസാന കാലത്ത് ഒരു സുന്നത്തെ ഹയാത്താക്കിയാൽ 100 ഷഹീദിന്റെ കൂലി കിട്ടും. എന്തുകൊണ്ട്? ഒരു സുന്നത്തെ ഹയാത്താക്കണമെങ്കിൽ 100 ഷഹീദിന്റെ പണി ഉണ്ടാവും. അല്ലാതെ ആടിനിറക്കണ പണിക്ക് ആടിനിറക്കണ കൂലി കൊടുക്കുക പഠിച്ചോൻ. സിദ്ദീഖുലൊക്കെ പറഞ്ഞു മറുപടി വരെ കൊടുക്കാത്ത കൂലിയപ്പോ നമുക്ക് തരാൻ പോണ്. മനഹയ സുന്നത്തി, നേരെ അതിനൊക്കെ അതിന് പണിയുണ്ടാവും. പണിയുണ്ടാവും, കൂലിക്കനുസരിച്ചല്ലേ പണി. 4 കിളി വരുന്നോടത്ത് നെല്ല് നോക്കണോന് കൊയ്ത്ത് കഴിഞ്ഞാൽ അരച്ചാക്ക് നെല്ല് കൊടുക്കും. പന്നി വരുന്നോടത്ത് കാക്കുകയാണെങ്കിലോ അരച്ചാക്ക് ഓരോ ദിവസവും കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? പണിക്കാണല്ലോ എന്തുണ്ടാവുക, കൂലുണ്ടാവുക. സുന്നത്തി എന്റെ ഫസാദി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഫസാദാകുക. ഇതിലും വലിയ ഫസാദ് എന്താ? ഒഴുക. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ല. ഒഴുക എന്ന് പറഞ്ഞ ഒഴുക. അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. യാതൊരു സംശയം വേണ്ട. ഒഴുക, അടിച്ചു കയറുക. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യവും അള്ളാഹു താല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര പണിയാണ്. അതുകൊണ്ട് നമ്മൾ ആ പഴയ ഒപ്പിച്ചാൽ നമ്മൾ അള്ളാഹിൻ്റെ മുന്നിൽ കുടുങ്ങും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ യൂറോപ്യൻ വിദ്യാഭ്യാസത്തിൻ്റെ കയറലുമാണ്. പക്ഷേ ഇതൊരു ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ടും ആയിരിക്കും. എത്ര കാലം ലോകം മുന്നോട്ട് പോകും എന്ന് എനിക്ക് കൃത്യമായി അറിയില്ലെങ്കിലും ലോകം ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പോകാൻ പറ്റൂല. അത്രത്തോളം അങ്ങോട്ടെത്തിയിട്ടുണ്ട്. 2100 എന്നൊരു കലണ്ടർ ഭൂമിയിൽ ഇറങ്ങുമെന്ന് ചോദിച്ചാൽ എനിക്കത് അത്ര ഉറപ്പില്ല. 2100 ഞാനും ഒരു സയ്യിദും കൂടി ഒരു തറക്കല്ലിടാൻ വേണ്ടി പോയപ്പോൾ സയ്യിദ് തറക്കല്ലിടുന്നു, ഞാൻ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വലിയ കാരണോല് പറഞ്ഞു, ഞങ്ങളെ പിന്നെ ഇത്രാമത്തെ വല്യാപ്പ ഉണ്ടാക്കിയ തറവാടാണ്. ആ തറവാട് പിന്നെ പൊളിച്ചിട്ട് ഞങ്ങളെ വല്യാപ്പ ഉണ്ടാക്കി, അതാണ് ഈ പോര ഇതുപടണ്ട, അതന്നെ അവിടെ തന്നെ പൊളിച്ചിട്ട് ഇപ്പോൾ പുതിയത് ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വേറൊരു കാരണവർ പറഞ്ഞു, ഇനി ആരും പൊളിക്കേണ്ടി വരില്ല, അല്ലെന്നെ പൊളിച്ചു. കാരണം വിഷയം അത്രത്തോളം ആയി. സ്വന്തം ഉമ്മാടെ അടുത്തേക്ക് വികാരവുമായി ചെല്ലുന്ന ആണുങ്ങൾ എൻ്റെ സമുദായത്തിൽ ഉണ്ടാകുന്ന കാലത്ത് അന്ത്യനാൾ വരുന്ന റസൂൽ പറഞ്ഞു. ഇത് 1984 ഒരു രാവിലെ അന്ന് ഓതി തന്ന ഹദീസ് ഇതാണ്. എന്ത്? എൻ്റെ സമുദായത്തിൽ സ്വന്തം ഉമ്മായെ ഭാര്യയെപ്പോലെ ഉമ്മാൻ്റെ അടുത്ത് ചെല്ലുന്ന ആളുകൾ എൻ്റെ സമുദായത്തിൽ ഉണ്ടായാൽ അവർ ആ ജനതയിലാണ് എന്ത് സംഭവിക്കുക? ഖിയാമത്ത് നാള്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ സംസാരിച്ചു. ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു, പിന്നെ ഇനിയിപ്പോൾ എത്ര കൊല്ലം ഉണ്ടാവുമായിരിക്കും? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു 500 കൊല്ലമൊക്കെ ചുരുങ്ങിയുണ്ടാവും. ഏതായാലും നമ്മളെ കാലത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഏകദേശം എന്തുറപ്പിച്ചു? 500 അല്ലെങ്കിലും ഭാര്യയുടെ അടുത്തേക്ക് പോയതുപോലെ സ്വന്തം ലൈംഗികാവയം ഉദ്ധരിച്ച് ഉമ്മാൻ്റെ അടുത്ത് ചെല്ലുന്ന ഒരാൾ എൻ്റെ സമുദായത്തിൽ ഉണ്ടാകുന്ന കാലത്ത് ലോകം അവസാനം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ 500 കൊല്ലേക്കും ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഈ ഹദീസ് ഞാൻ ഓതി. റമളാന് പകല് കണ്ണൂർ ജില്ല. ഞാൻ കാലം മനസ്സിലാക്കാനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്ക്, ഇത് പറഞ്ഞപ്പോൾ അങ്ങനത്തെ സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് ചെല്ലുന്ന ഒരു കാലം വരും, ജനത വരും, എല്ലായിടത്തും വരും. അത് എൻ്റെ സമുദായത്തിലും വരും, എല്ലാ സമുദായങ്ങളിലും വരും, എല്ലാ ജനങ്ങളിലും വരും, എൻ്റെ സമുദായത്തിൽ പോലും അത് വരും എന്ന് പറഞ്ഞ ഹദീസ് വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ഞാൻ ഒരു 8-10 കൊല്ലം മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളിയിൽ ഒരു റമളാൻ മാസത്തിൻ്റെ പച്ചപ്പകൽ എടുത്തപ്പോൾ അവിടുത്തെ കാലേരി വിളിച്ചറിഞ്ഞു. അങ്ങനത്തെ 6 കേസ് ഞാനിവിടെ കാലേനേഷൻ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ അവസ്ഥ?
നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞു തരുന്നത് എന്തെന്നറിയോ? ഇനിയും കുറെ കാലം ഉണ്ടാവും എന്നൊന്നും വിചാരിക്കണ്ട. ഈമാൻ പറന്നുപോയി. രാവിലെ മുഅ്മിനായാൽ വൈകുന്നേരം കാഫിറാവുന്ന കാലം അത് ഇന്നത്തേക്ക് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വായുകൊണ്ട് പറയാൻ മടിയാണ്, പിന്നെ പറയല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് പറയാം, അന്നത്തെ പള്ളി കമ്മിറ്റിക്കും മൂല്യർക്കും പഴയ ഉത്തരവാദിത്തം അല്ല. കഞ്ഞി കൊടുക്കുന്ന കാലത്ത് ചമ്മന്തി കൊടുത്താൽ മതി. ബിരിയാണി കൊടുക്കുമ്പോഴോ മസാല കൊടുക്കണം, പിന്നെ തൈര് കൊടുക്കണം, അച്ചാറ് കൊടുക്കണം, പിന്നെ എന്തൊക്കെ കൊടുക്കണം. ഇപ്പൊ മറ്റേ വെളുത്തൊരു സാധനം ഉണ്ട്, എന്താ പറയാ, മൈനസ്, അങ്ങനെ ഇതൊക്കെ കൊടുക്കണം. കഞ്ഞി കൊടുത്തിരുന്ന കാലത്ത് ചമ്മന്തി 10 ഒരു കമ്മന്തി പത്രം മതി, അങ്ങനെ വെക്കുക. അതുകൊണ്ട് ആ ചമ്മന്തി തന്നെ എപ്പോഴും നമ്മളെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ കയ്യിൽ കുടുങ്ങണ പണി. നല്ല പോലെ നമ്മളിത് ചിന്തിക്കണം. സൊസൈറ്റി അട്ടിമുട്ടി മാറിക്കഴിഞ്ഞു, എല്ലാവരും മാറി. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ചേഞ്ചുകൾക്ക് തയ്യാറാകണം. എങ്ങനെയാണ് ചേഞ്ചിന്റെ ചില സാമ്പിളുകൾ പറയാ. ഉദാഹരണം പറയാ, ഇപ്പൊ യൂത്ത് മൊത്തം ഒരു തരം കളി വിനോദത്തിലാണ്. അപ്പൊ പണ്ടത്തെ കാലത്ത് നമ്മളെ നാട്ടിൽ ആരെങ്കിലും ടൂർ പോയിനു? ഇന്നിപ്പോ ടൂറ് പോകാത്ത കുടുംബേതാ? ഏത് കാളിയനാണെങ്കിലും ഞാനും പോണം, ഇല്ലെങ്കിൽ കുട്ടികളെ കിട്ടൂല, ഇല്ലെങ്കിൽ അവർക്ക് വിഷാദ രോഗം വരും. എന്തേ? ഓളെ ക്ലാസ് പഠിക്കണേ ഈ 35 കുട്ടികളും ടൂർ പോകുന്നുണ്ട്. എന്റെ ഉസ്താപ്പ പഠിച്ചോനെ ഒരു മൂല്യരായി പോയല്ലോ. ഞാൻ എന്ത് ചെയ്യും? +1 +2 പഠിക്കണ കുട്ടിക്ക് ടൂർ പോകണ്ടെന്ന് അറിയപ്പോ ഞാൻ എന്ത് പറയും? ഇപ്പച്ചി കൊണ്ടേക്കോളാം, നമ്മളെ തിരക്കൊണ്ട് കൊണ്ടുപോകാൻ കഴിയൂല. പിന്നെ പേര് വിഷമൻ വേറെ വഴി ഞാനറിയും. നമുക്ക് ഖേദിക്കല്ല, നിർവാഹമില്ല. ഇത് അവർക്ക് മാനസിക രോഗം ഉണ്ടാക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാനസിക രോഗം ഉണ്ടാകാൻ വലിയ എളുപ്പമാണ്. ആത്മഹത്യ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ടൂർ പോകാൻ കഴിയാത്തതുകൊണ്ട്, ഒന്നിനും കഴിയാത്ത കുടുംബത്തിൽ പോലും അങ്ങനെ തന്നെയല്ലേ? നിർബന്ധമാണ് അതൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ആവണില്ലേ? എടക്കരങ്ങാടിയിൽ ആ ചന്തന്റെ അവിടെ ശനി ഞായറൊന്ന് നിന്നാ മതി. പോകുന്നു എവിടേക്ക്? ടൂർ പോകണം ഊട്ടിക്ക്. അതേമാതിരി അപ്പൊ എന്നിട്ട് പിന്നെ നമ്മൾ 65 കൊല്ലം മുമ്പുള്ള മൊല്ലാക്കാന്റെ മദ്ഹബാണ് ഇപ്പോഴും നമ്മളെ മഹലിലെങ്കിൽ എങ്ങനെയാ മഹല് മുന്നോട്ട് പോകുക? നിങ്ങളിത് മനസ്സിലാക്കി. അപ്പം നമ്മൾക്ക് ചേഞ്ച് വരണം, ഇല്ലെങ്കിൽ കുട്ടികൾ നാശാവും. അതെങ്ങനെ? അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. എല്ലാ കാര്യം ഉദാഹരണം പറയും. കല്യാണത്തോട് അനുബന്ധിച്ച തോന്നിയാസങ്ങൾ അല്ലേ നമ്മുടെ നാടുകൾ നടക്കണില്ലേ? ഉണ്ടോ? അല്ലേ? ഉണ്ട്. ഒരു മുസ്ലിമിന് അത് സഹിക്കാൻ കഴിയും. ആ രൂപത്തിൽ ആഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ആഭാസം എന്ന് പറയാനല്ലാതെ ഇതിനെന്താ നമ്മൾ പരിഹാരം ചെയ്തത്? ഒരു പരിഹാരം ചെയ്യാതെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് വയറെന്ന് പറയലാണോ പരിഹാരം? വയറിലല്ലെങ്കിൽ എന്തിനാ പരിഹാരം? പാട്ടപ്പിരിവിനല്ലാതെ. വയറിൽ എന്തിന് പരിഹാരം? പാട്ടപ്പിരിവിന് പരിഹാരം അല്ലാണ്ട്. ഈ ജാതി ഒരു വാദം ഹബീബായ നബി പറഞ്ഞിട്ടില്ല. കയ്യിലെടുക്കലാം. പിന്നെ പ്രാക്ടിക്കലാണ്. അതുകൊണ്ട് ആ ഉമ്മത്ത് കണ്ട് അടിച്ചട് കയറി. വയറിലില്ല ഒരു കാര്യം. റസൂലുള്ള വയറിലിട്ടാ മനസ്സിലായില്ലേ? കുളിയും തേമവും മദീന പള്ളിന്റെ മുന്നിൽ നോട്ടീസ് ബോർഡ്. അങ്ങനത്തെ ഒരു ക്ലാസ് റസൂൽ എടുത്തിട്ടുണ്ടോ? പറയും മനുഷ്യന്മാരെ. ഇല്ല. യാത്രേൻ്റെ ഇടയിൽ വെള്ളം കിട്ടിയില്ല, അപ്പം ഞാൻ തേമം ചെയ്താൽ ഇനി തേമത്തിനെ പറ്റി ഫത്തുൽമോൻ ഓതണ്ട ആദ്യം ഒരുക്കില്ല. എന്തുകൊണ്ട്? ഒരു നബിന്റെ തേമം കണ്ടതാണ്. ഓലെ കണ്ടിട്ടാണ് ഇമാമിങ്ങൾ എഴുതി വെച്ചത്. ഇവർ കിതാബ് ഓതിയതല്ല. ഇവർ കിതാബ് ഓതിയിട്ടില്ല, കിതാബ് എഴുതിയിട്ടില്ല. ഇവരെ കണ്ട് പിന്നുള്ളവർ എഴുതിയതാണ്. ഇവരോ ഇവരറിഞ്ഞോരാ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യണം? പ്രാക്ടിക്കലായി. ഉദാഹരണം പറയാം, 1980കളിൽ എന്താ പറയാ, ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ, ക്രിസ്ത്യൻ ഇടവകകളൊക്കെ എന്ത് ചെയ്തിരുന്നു? വിവാഹത്തോടനുബന്ധിച്ച് ഇന്നതാവാം, ഇന്നതാകാൻ പാടില്ല, വിവാഹശേഷമുള്ള ജീവിതത്തിന്റെ നിയമങ്ങൾ ഇന്നതാണ്, ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇന്ന ബോധമുള്ളവർക്ക് മാത്രമേ, ക്രിസ്ത്യൻ തിയോളജിയിൽ ഇന്ന വിഷയങ്ങൾ പഠിച്ചവർക്ക് മാത്രമേ ചർച്ച് ഇടവക വിവാഹം നടത്തി കൊടുക്കൂ എന്ന നിബന്ധന വെച്ചിരുന്നു. അന്ന് നമുക്കത് ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇന്ന് നമുക്ക് ആവശ്യമുണ്ട്. അതായത്
ക്രിസ്ത്യൻ ദൈവവിശ്വാസത്തിൽ ഇന്ന ദൈവവിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ ഇടവകയിൽ വിവാഹം നടത്തി കൊടുക്കുള്ളൂ. അത് അന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. എന്തുകൊണ്ട്? നമ്മളിലെ സാർവത്രികമായ ദൈവവിശ്വാസം, പടച്ചോന വിശ്വാസം ഇന്നോ 15 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിയുടെ മദ്രസ കഴിഞ്ഞു, 10ാം ക്ലാസ് പഠിച്ചാൽ തന്നെ ആണോ അല്ലേ? പിന്നെ ഈ കുട്ടി വിവാഹിതനാവുന്നത് പിന്നെയും 5, 8, 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പ്രാക്ടിക്കലായ ഒരു കാര്യം ഇവർക്കിടയിലില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വിവാഹത്തിന് മുമ്പ് ഉദാഹരണം പറയാം, ഒരു ഏജിലുള്ള കുട്ടികളെ ഇപ്പൊ യൂറോപ്പ് മുഴുവനും ചേഞ്ച് ആയത് 16ന്റെയും 30ന്റെയും ഇടയിലുള്ള യുവാക്കൾ 1-2 മഹായുദ്ധങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോന്നു. എന്നിട്ട് വിവിധ രാജ്യക്കാർ മിങ്കിളായി. പിന്നെ തിരിച്ചു വന്നപ്പോൾ മറ്റു നാട്ടുകളിലെ അനാവശ്യങ്ങൾ ആ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. 16ന്റെയും 30ന്റെയും ഇടയിലുള്ള യൂത്ത് 1-2 മഹായുദ്ധങ്ങൾക്ക് വേണ്ടി പുറത്തു വന്നു. അവർ മറ്റു പല രാജ്യങ്ങളുമായി ഇവരെ തോന്നിയാസം അങ്ങോട്ട് കൊടുത്തു, അവരെ തോന്നിയാസം അവർ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തു. അത് മൊത്തം വലിയ അരക്ഷിതാവസ്ഥ യൂറോപ്പിലുണ്ടാക്കി. ഈ അവസ്ഥയിൽ അപ്പം നമ്മളുള്ളത് എന്ത്? യുദ്ധമല്ല. നമ്മളെ നാട്ടിൽ എത്ര കുട്ടികൾ UK പഠിക്കുന്നുണ്ട്? എന്താണ് UK? എന്നാൽ എന്താ? ലോകത്തെ എല്ലാ നിരീശ്വരവാദത്തിന്റെയും കേന്ദ്രം UK. ഡാർവിൻ എവിടുത്തെ? UK, ലണ്ടൻ. എല്ലാ നിരീശ്വരവാദവും ജനിച്ചതും വളർന്നതും എവിടെയാ? UK. അങ്ങോട്ടാണ്. നമ്മളെ കുട്ടികൾ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയായാലും ഇസ്ലാമിയത്ത് പ്രതീക്ഷിക്കാം. വിശ്വാസത്തിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും ആരെന്നെയാണ്? മുസ്ലിമാണല്ലോ. അതേസമയത്ത് UK പോയതോ? UK നിന്ന് ഈ കുട്ടിയിലേക്ക്, മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു അറബ് നാട്ടിലേക്ക് പോയിട്ട് ഒരു വഹാബിസത്തെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ കുട്ടി വരുന്നതെങ്കിലും ഈ കുട്ടി ആരാണ്? മുസ്ലിമാണല്ലോ. UK പോയാൽ തിരിച്ചു വരുന്നതോ എന്ത് അഡാപ്റ്റ് ചെയ്തിട്ടാ വരുന്നത്? തന്നെ നിരീശ്വരവാദം ആണോ അല്ലേ? ഇത് വളരുക. ഇനി ഇതിനേക്കാൾ കൂടും. എന്തുകൊണ്ട്? ഒരു യുദ്ധം കൂടെ സംഭവിച്ചാൽ ഈ ഗൾഫ് എക്കണോമി തകരും, ഖത്തർ എക്കണോമി തകരും എന്ന് കേരളത്തിൽ ഒരു 19 സ്ഥലത്തെങ്കിലും കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് അത് ആരും തലേക്കോയില്ല. ഇപ്പൊ തലകുത്തി വീണു ഖത്തർ. ഒരു രാജ്യത്തെ കുറ്റം പറയൽ എനിക്ക് ലക്ഷ്യമല്ല. എക്കണോമിക് സിസ്റ്റം തകർന്നു പോകുന്ന സാഹചര്യം പല നിലക്കുണ്ടാവും. ഒരു യുദ്ധം വന്നാൽ ഗൾഫ് എക്കണോമി വീണ്ടും തകരും. അപ്പൊ സ്വാഭാവികമായും നമ്മളെ കുട്ടികൾ എങ്ങോട്ട് പോവും? കാനഡയിലേക്കും UK പോവും, മറ്റു രാജ്യങ്ങളിലേക്കും. അവിടങ്ങളിലെല്ലാം ഈ കുട്ടികളെ എതിരേൽക്കാൻ നിൽക്കുന്നത് എന്താണ്? താനും നിരീശ്വര. ഒരാൾ പോയാൽ അവൻ്റെ 5 പോവും, അതിൻ്റെ 5 പോവും. പിന്നെ ആ കുടുംബം മുഴുവനും എങ്ങോട്ട് പറിച്ച് നടപ്പെടും? പോയിന്റ് നമ്പർ 2. ഗൾഫിൽ പോയാൽ തിരിച്ചു വരും, കാനഡയിൽ പോയാൽ തിരിച്ചു വരില്ല. ആണോ? സത്യല്ലേ? ആ സൊസൈറ്റി ഒന്നടങ്കം അങ്ങോട്ട് പോവും. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ആദ്യ കാലഘട്ടങ്ങളിലെ ഒരു ബാച്ചിലുണ്ടായിരുന്ന വലിയ ഉസ്താദുമാരുടെ ഒരു ശിഷ്യൻ ഒരു അമേരിക്കൻ രാജ്യത്തേക്ക് തൊഴിലിന് പോയി, കാളിയാകാൻ. അങ്ങനെ അവിടെ അയാൾ ജീവിച്ചു. അത് നല്ല മനുഷ്യനാണ്, സ്വാലിയാണ്. ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി, നല്ല കുടുംബമായിരുന്നു. അവിടെ അങ്ങനെ ജീവിച്ചു, മരിച്ചു. ഇയാൾ മരിച്ചതിന് ശേഷം ഇയാൾക്ക് പേരമക്കൾ ഉണ്ടായി. ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് പോയ ഒരു ആലിം, ആ ആലിമിന് ആ രാജ്യക്കാർ വിസ കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് മുസ്ലിമീങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആലിം അത് നിരാകരിച്ചു. എനിക്ക് വിസ വേണ്ട, ഞാൻ പെണ്ണുങ്ങളെ കൊണ്ടുവരാറുണ്ട്. സ്ഥിരമായി ഇവിടുത്തെ നാഷണാലിറ്റി സിറ്റിസൺ ചെയ്തു കൊടുക്കുക, എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ആലിം പറഞ്ഞു ഇയാൾ സ്വാലി ആയതുകൊണ്ട്, കാരണം ഇയാൾക്ക് 2-3 ലക്ഷം മാസത്തിൽ വരുമാനം കിട്ടും. എന്നിട്ടും ഇയാൾ എന്ത് പറഞ്ഞു? ഞാൻ വേണ്ട, എനിക്ക് ഇന്ത്യൻ സിറ്റിസൺ മതി, ഇവർക്ക് വേണ്ടാവും. അപ്പൊ ഇയാൾ സംസാരിച്ചപ്പോ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഒന്നുമല്ല ഉസ്താദേ, മേശറയിൽ ഈ കുട്ടികളെ നമ്മൾ തല്ലും. കാരണം ഇന്നാലിന്റെ ഒരു ആലിം അവിടെ വന്ന് മരിച്ചിട്ടുണ്ട്, ആ മക്കളെ ഞാൻ കണ്ടതാണ്. അവരിൽ പലർക്കും മൈനാരായ 2 പെക്കെങ്കിലും അടിക്കാതെ എണീക്കാൻ കഴിയൂല. ഇവരാരെ മക്കളാ? ഒരു ആലിമിന്റെ പേരക്കുട്ടികളും മക്കളും പേരക്കുട്ടികളുമാണ് എന്റെ സംഭവിച്ചത്. ആ സൊസൈറ്റി അങ്ങനെയാണ്. ആ സൊസൈറ്റിയെ അഡാപ്റ്റ് ചെയ്താൽ സ്വാഭാവികം അങ്ങനെയാവും. ഇതാണ് ഇനി നമ്മളെ നാട്ടുപുറത്ത് വരാൻ പോണത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഉണരണം.
ഉദാഹരണം പറയാം, എന്താ നമുക്ക് നമ്മളെ യൂത്തിനെ 16-ൻ്റെയും 30-ൻ്റെയും 35-ൻ്റെയും അല്ലെങ്കിൽ 30-ൻ്റെയും ഇടയിലുള്ള യൂത്തിനെ കൊണ്ട് എന്താ നമുക്ക് കൊല്ലത്തിൽ 2 ദിവസം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തിയാൽ? പോലെ വയനാട്ടിലേക്ക് ഇതിന് പള്ളി കമ്മിറ്റി ചെലവ് ചോദിച്ചു, കാര്യങ്ങൾ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഒന്ന് സഹകരിക്കണം, ഇതൊരു 10 രൂപ വേണം. ഓരോട് പറഞ്ഞു, കുട്ടികളോട് എന്ത് പറഞ്ഞു, നിങ്ങൾ 10 ദിവസം ചിലവാക്കണ്ട, അവിടെ സ്വിമ്മിങ് പൂളുണ്ട്, എന്താ സ്വിമ്മിങ് പൂളിൽ കുട്ടികൾ കുറച്ച് നേരം കുളിച്ചാൽ എന്താ വരിക? വല്ലതും വരും? ആകാശം പൊളിച്ചിടും. കുട്ടികൾ കുറച്ച് നേരം സ്വിമ്മിങ് പൂളിൽ ചാടിയാൽ വല്ലതും വരുമോ? അപ്പോഴത്തെ നിങ്ങൾ അതിന് ഭയം പറഞ്ഞിട്ട് പണ്ടത്തെ പള്ളി കമ്മിറ്റി ഇതപ്പത്ത് ഇത് ഓരോന്ന് കെല്ലിമിന്ന സബി കതിരി കൂലി ഓരോ കാലത്തിനനുസരിച്ചല്ലേ ആ കാലത്തെ ജനങ്ങളോട് ഇടപെടേണ്ടത്. ഓരോട് എന്ത് പറയാം, നിങ്ങൾ 10 ദിവസം ചിലവാക്കണ്ട, 2 ദിവസം അവിടെ അടിച്ചു പൊളിച്ച് കഴിയുക. അതിൽ ഇന്നാലിന്ന ഉസ്താദ്മാരെ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഇന്ന് അറ്റൻഡ് ചെയ്യണം. പിന്നെ ഒരു ദിവസത്തെ എന്തൊക്കെ സുന്നത്തായി ഞങ്ങൾ പഠിപ്പിച്ചു തരും. ദുആ നിസ്കരിക്കണം, രാവിലത്തെ ദിക്ർ, വൈകുന്നേരത്തെ ദിക്ർ, ആ അദ്കാറുകളൊക്കെ ഉസ്താദ് കൃത്യമാക്കി തരും. അതിന് 2-3 ആലിമ്യങ്ങൾ ഏർപ്പെടുത്തി ഞമ്മക്കൈ 5 ലക്ഷം റുപ്യ ഒരു കൊല്ലത്തെ ചിലവ് വന്നാൽ നഷ്ടമുണ്ടോ? ഇല്ലേ? ഇല്ല. എന്താ ചെയ്താൽ അത് പെൺകുട്ടിയൊക്കെ വേറെ ചെയ്യുക, രണ്ടിനും ഒന്നിച്ചു കൊണ്ടുപോണ്ട. നല്ല നല്ല എക്സ്പെർട്ടായ നല്ല ദീനുള്ള ടീച്ചർമാർ ഇന്ന് നമ്മളെ നാട്ടിലുണ്ട്. ആ ടീച്ചർമാരെ 4 ആളെ ഏൽപ്പിച്ചു, നേരത്തെ ബുക്ക് ചെയ്തു. അടുത്ത ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ 4 ദിവസം ഞങ്ങളെ കൂടെ വരണം. നിങ്ങളെ ഭർത്താവിന് നിങ്ങൾക്ക് അവിടെ റൂം തരും, ഭർത്താവിൻ്റെ കൂടെ വന്നാൽ മതി. നിങ്ങൾ കുട്ടികൾക്ക് കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഒരു നീന്തിക്കോട്ടെ, കളിച്ചോട്ടെ, അവർ ആ സാഹചര്യം അനുസരിച്ച് ഭക്ഷണം കഴിച്ചോട്ടെ. ഉത്തരവാദിത്തമുള്ള 4 ടീച്ചർമാർ, ദീനുള്ള ടീച്ചർമാർ ഇന്ന് നമ്മളെ കൂട്ടത്തിലില്ലേ? എത്രയോ ഇല്ലേ? അതിൻ്റെ പേരിൽ അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കി. നല്ല നല്ല ബോധമുള്ള പെൺകുട്ടികളെ കൊണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയാൽ ഇവർക്ക് വില നിയന്ത്രിക്കാനും മാസത്തിലോ കൊല്ലത്തിലോ എന്തെങ്കിലും നമ്മളൊരു പൈസ ഈ 4 ടീച്ചർമാർ കൊടുത്താൽ ഇവർ വരുന്ന സംശയങ്ങൾക്ക് ഇവർ മറുപടി പറയും. നമ്മൾ 1000 വയൽ പറഞ്ഞേക്കാൾ നല്ലത് ഇതാണോ അല്ലേ? നിങ്ങൾ പറയും. ഇന്ന് വയലുണ്ട്, അവിടെ യൂത്തില്ല, ഉണ്ടോ അല്ലേ? ഈ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ 4 വയസ്സന്മാരുണ്ടാവും. ഇതിൻ്റെ പൊലിമൂല് പറയും, ഇതോര് പറയും. ഇതിൽ പങ്കെടുക്കാത്തവരോട് ഒരു പറയും, എന്ത് ഈ ജൈനവൻ എന്തെങ്കിലും അള്ളാൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് പറയുമ്പോഴത്തിന് ഇവർ മറുപടി അറിയും. അതിനെ മയലിൽ നടത്തുന്ന പരിപാടി ഉണ്ട്, അതിനൊക്കെ ഇടക്കിടക്കൊന്ന് വരണം, അപ്പോഴേ അതൊക്കെ മനസ്സിലാവുള്ളൂ. എന്നിട്ട് പിന്നെ അതിന് മറുപടി ഇക്കുട്ടികൾ പറഞ്ഞോളൂ. നമ്മളെക്കാൾ ഇവർക്ക് പറയാൻ കഴിയും. ഒന്ന് ഇവർക്ക് ഇംഗ്ലീഷ് അറിയും. ഈ നല്ല ബോധമുള്ള ഈ ടീച്ചർമാരെ വെച്ച് അവർക്ക് ലോകത്ത് ഇസ്ലാമിന് വേണ്ടി ഇറങ്ങിയ നിരവധി പുസ്തകങ്ങൾ ഇവർക്ക് പരിചയപ്പെടുത്താൻ കഴിയും. ഇവർ നല്ല വായനപ്രിയരുണ്ട്, അവരെ കൊണ്ട് ആ മഹല്ലനെ നന്നാവും. ഇത് ചെയ്തുകൂടെ? ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുക. അത് ഇന്നത് എന്നല്ല. മൻ ആമന ബില്ലാഹ്, അള്ളാഹനെ വിശ്വസിച്ചവൻ അള്ളാഹുവിലൂടെ ചിന്തിക്കും, ശൈത്താനെ വിശ്വസിച്ചവൻ ശൈത്താനിലൂടെ ചിന്തിക്കും. നമ്മൾ അള്ളാഹനെ വിശ്വസിച്ചാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ചിന്തിക്കും. എല്ലാം ഒരുപോലെ അല്ലല്ലോ. കളിയും തമാശയൊക്കെ വേണ്ടേ? ചിലപ്പോൾ വേണ്ടെന്നുള്ള കാര്യത്തിലുണ്ടാവും. ആയിഷ ബീവി ഭക്ഷണം കഴിക്കാണ് നബിയും. അപ്പോൾ ഹഫ്സ ബീവി വന്നു. അപ്പോൾ റസൂൽ പറഞ്ഞു, ഹഫ്സാനെ ഇരുത്തി. ഹഫ്സ കുറച്ച് ഭക്ഷണം കഴിച്ചോ? വേണ്ടായിരുന്നു. നബി ആയിഷ ബീവി ഭക്ഷണം കഴിക്കുക. ആര് വന്നു? ഹഫ്സ ബീവി വന്നു. ഭക്ഷണം കുറച്ച് കഴിച്ചോ? ഭക്ഷണം വേണ്ട. ഹഫ്സ കുറച്ച് ഭക്ഷണം കഴിച്ചോ? 3 വട്ടം പറഞ്ഞു. അപ്പോൾ ഹഫ്സ ബീവിക്ക് ഭക്ഷണം വേണ്ട. അപ്പം റസൂൽ കുറച്ച് ഭക്ഷണം എടുത്തു. എന്നിട്ട് ചെറിയ ദേശീയ ഭക്ഷണം വേണ്ടെന്ന്. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു മാൾ ചെയ്താൽ നമ്മളപ്പം പേർ വെക്കും, എന്ത് ഭക്ഷണം കൂടെ കളിക്കാൻ പാടില്ല. ഇത് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണ്? ഇതൊരു തമാശയാണ്. ഈ തമാശ കൊണ്ട് അവരെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആയിഷ ബീവി റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കുമ്പോൾ ഹഫ്സ ബീവി കയറി വന്നു. പുറത്ത് വന്ന് വാതിൽ മുട്ടി, കയറിക്കോറും. കയറിയപ്പോൾ ഹഫ്സയാണ്. ഭക്ഷണം വേണ്ടാറും. അപ്പോൾ ചെറിയ തേച്ച് കൊടുത്തു. എന്നിട്ട് 3 ആളും ചിരിച്ചു. ഹദീസിലൊരു അധ്യായം തന്നെ ഉണ്ട്, മിസാഹുൻ നബിയിൽ മുസ്തഫ, റസൂലുള്ളാഹിന്റെ തമാശകൾ. തമാശ ഇത് മനുഷ്യനാവശ്യമാണ്. ഇതൊക്കെ ഒരു സമൂഹത്തിന് ഗ്രോത്ത് ഉണ്ടാക്കും. ഓരോന്നിനും ഓരോന്നാണ്. അപ്പം ചെറുപ്പക്കാരോട് ഇടപെടേണ്ടത് ഒരു രീതിയിലാണ്. അതാ നിനക്ക് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇത് ഭക്ഷണം കൊണ്ട് കളിക്കാം എന്നതിന് തെളിവുമല്ല. അതേ സമയത്ത് ഒരു ജോക്കാണത്, ഒരു തമാശ കാണിച്ചതാണ്. അതിലെ ഹഫ്സബീബിയാണ് ചിരിച്ചു, ഹഫ്സബീബിയും ചിരിച്ചു, ആരും ചിരിച്ചു. പിന്നെ ആ കുടുംബത്തിൽ വല്ല അഭിപ്രായക്കേടുണ്ടാവും. സ്വാഭാവികമായി ഇവർ ലറത്താണല്ലോ, ചക്കൊളത്തിയാളല്ലേ. നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ. ലറ എന്ന വാക്കിൻ്റെ അർത്ഥം ബുദ്ധിമുട്ടുന്ന. അതിന്നാണ് ചക്കൊളത്തി എന്ന വാക്കുണ്ടായത്. ഇതിന് അറബിയിൽ പറഞ്ഞ വാക്കതാണ് ലറ. ലറത്ത് എന്ന വാക്ക് ലറയിൽ നിന്നുണ്ടായതാണ്.
ചിലപ്പോൾ ഒരു ചക്കുമ്മൽ കുളത്തിലുണ്ടാകും, ഒരു ചക്കുമ്മൽ രണ്ടാളെയും കുളത്തിയത് അതായിരിക്കും. ഒരു ചക്കുമ്മ രണ്ടാളെയും കൂടെ കുളത്തിയാൽ അതിപ്പോൾ ഇടങ്ങറുണ്ടാവുമല്ലോ. അതായിരിക്കാം ചക്കുളത്തി എന്ന വാക്കിന് അസുര്. ചക്കുളത്തി അസുരുഹു ചക്കുമ്മൽ കുളത്തൽ, അങ്ങനെ ആയിരിക്കാം. ഏതായാലും അറബി ഭാഷയിൽ അതിന് ലറത്ത് എന്ന് പറയാം, ബുദ്ധിമുട്ട്. ഒരാൾക്ക് മറ്റേ ബുദ്ധിമുട്ടാണ്. ഇവിടെ രണ്ടാളും കൂടി ഒന്ന് ചിരിച്ച നബിക്കും സന്തോഷമായി, അതിനു വേണ്ടി ഒരു ജോക്ക് ഉപയോഗിച്ചു. ഇതൊക്കെ ഒരു ഹിക്മത്താണ്. ഇനി രണ്ടാഴ്ചയെങ്കിലും തമ്മിലൊരു പ്രയാസമില്ലാതിരിക്കാൻ അത് മതിയാവും. ചില ജോക്കുകൾ. സൈനബ് ബീവിയുടെ വീട്ടിൽ നിന്ന് തേനും കുടിച്ചു വന്ന റസൂലുള്ളാഹ്. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ആയിഷ ബീവി രണ്ടടി ബാക്കിലേക്കുന്നു. എന്റെ ആയിഷ കുറിച്ചു ചിലപ്പോൾ ഇത് മഹാഫിർ ചെടിയുടെ തേനാകാനും സാധ്യതയില്ലേ? എന്ത് എന്നെ മണക്കണുണ്ടോ? ഉണ്ട്. നല്ലാവുന്നു, ഇനി ഞാൻ ആ സൈനബാന്റെ തേനിലേക്ക് പോകില്ല. അപ്പോഴാണ് സൂറത്തു തഹ്രീം പറഞ്ഞത്, അള്ളാഹ് ഹലാലാക്കി നിങ്ങളെ ഹറാമാക്കണം നബിയെ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി. അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പം മനുഷ്യർക്കിടയിൽ വ്യത്യസ്തമായ അഭിരുചികൾ ഉണ്ടാവും. എല്ലാവരും അഭിരുചി ഒന്നല്ല, അതിനനുസരിച്ച് ഇടപെടണം. ഹബീബായ നബി സുകന്യാടെ കിടക്കുമ്പോഴാണ് മദീനയിൽ കളിക്കാർ വന്നത്. അയോധനാഭ്യാസം കാണിക്കുന്നവർ ആയിഷ ബീവിക്ക് കാണാൻ ഇഷ്ടമുണ്ടാവും, റസൂൽ കാണിച്ചു കൊടുത്തു. ഇത് സിനിമക്കൊന്നും തെളിവല്ല. പക്ഷെ അതേ സമയത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹലാലായ കാര്യങ്ങൾ ഭർത്താവ് ചെയ്യണം. ദിക്ർ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. ഒരു ഉമ്മത്തിനനുസരിച്ച് ആ ഉമ്മത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സംഭവം വളരെ വലിയ പ്രശ്നമാണ്. അവരെ കാലവും നമ്മളെ കാലവും ഒന്നല്ല. അവർ മനസ്സിലാക്കിയവരും നമ്മൾ മനസ്സിലാക്കിയവരും ഒന്നല്ല. അവർ രീതിയും നമ്മളെ രീതിയും ഒന്നല്ല. അവർ വായിച്ച കഥയും നമ്മൾ വായിച്ച കഥയും ഒന്നല്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു പണ്ടൊരു സിനിമ ഒരു കണ്ടിരുന്നെങ്കിൽ ആ സിനിമയല്ല ഇന്നത്തെ സിനിമ. അന്നത്തെ സിനിമ ഇനി എന്താണെങ്കിലും സിനിമ തെറ്റല്ലേ? തെറ്റാണ്. നല്ലൊരു കുടുംബകഥയാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം 2023 ലോകത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ ജെയിംസ് കാമറൂണിന്റെ അവതാറാണ്. ദുനിയാവിൽ നടക്കുന്ന കഥ തന്നെയല്ല, ഏതോ ലോകത്ത് നടക്കുന്ന കഥയാണ്. അതാണ് നമ്മളെ കുട്ടികൾ കണ്ട്. നിങ്ങളെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ഖാസിം ഉസ്താദ് കണ്ടു എന്നാന്ന് വിചാരിക്കണ്ട. 2023 ലോകത്ത് നടന്ന പ്രധാനപ്പെട്ട സിനിമകൾ ഏത്, അതിന്റെ ചരിത്രം ഏത്, അതിന്റെ തിരക്കഥ ആരാണ്, ഏത് ആക്ടർ ആരാ, ഏത് നിങ്ങൾ ചോദിച്ചാൽ മണിമണിയായും പറയും. എന്റെ ഞാനൊരു പ്രബോധകനാണ്, എനിക്കത് പഠിച്ചിരിക്കണം. ഈ ചേഞ്ചിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ചേഞ്ച് വന്നത് മലപ്പുറത്തും പരിസരത്തുമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളക്ഷൻ നേടിയ സിനിമ മലപ്പുറത്തെ സിനിമയാണ്. ആരാ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരു മുസ്ലിം സംഘടന. നിങ്ങൾ ചിന്തിക്കണം, സൊസൈറ്റിക്ക് വന്ന നമ്മളെ ജനത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചിനെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഹറാമിലേക്ക് ഒന്നും പോണ്ട. അതേ സമയത്ത് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, അള്ളാഹു 10 കാര്യം ഹലാലാക്കിയാൽ ഞങ്ങൾ 1 എടുക്കും, 9 എടുക്കൂല. അള്ളാഹു 10 കാര്യം ഹലാലാക്കിയാൽ ഞങ്ങൾ 1 എടുക്കും. എന്തേ? അടുത്തേക്ക് പോയാൽ പിന്നെ അതിന്റെ അടുത്തേക്ക് പോയിട്ട് ഹറാമ് ചാടുമെന്ന് പേടിച്ചിട്ട്. ഹബീബായ നബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു കാലം വരും, അക്കാലത്ത് അവർ 10 ഹലാലെടുത്താലും കുഴപ്പമുണ്ടാവില്ല. അവർ 10 കാര്യം ഹലാലാക്കിയാൽ 1 എടുക്കും. എന്തുകൊണ്ട്? അടുത്ത ഹലാൽ തന്നെ എടുക്കൂല. കഞ്ഞിയുണ്ട്, ചായയുണ്ട്, ചോറും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോഴൊരു കഞ്ഞി മാത്രം കുടിച്ച് ഓല് പിരിയും. ഇനിയൊരു കാലം വരും, അന്ന് 10ൽ 10 ഹലാലെടുത്താലും പ്രശ്നം ഉണ്ടാവില്ല. അടുത്തേക്ക് പോകാതി. എന്തുകൊണ്ട്? ഹറാമിലേക്ക് ചാടാതിരിക്കണമെങ്കിൽ ഈ 10 ഹലാൽ എടുപ്പിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇവിടെ വന്നുപോയത്. അപ്പൊ നമ്മൾ ഈ യൂത്തിനെ പരിഗണിക്കണം. അതിനെന്ത് വേണം? അവരെ കൂടെ നമ്മൾ നടത്തണം. ഏറ്റവും ചുരുങ്ങിയത് പള്ളി കമ്മിറ്റിയുടെ ഉള്ളിലല്ലെങ്കിലും എന്തുകൊണ്ട് പള്ളി കമ്മിറ്റിക്ക് യുവാക്കളെ കൂട്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിക്കൂടാ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു സബ് കമ്മിറ്റി. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് സ്വാധീനമുള്ള യുവാക്കളെ തെരഞ്ഞെടുക്കുക. ആ യുവാക്കളെ നമ്മളെ കൂടെ നടത്തുക. എന്നിട്ട് നമുക്ക് പറയാനുള്ളത് ഇവരോട് പറയാം. ഇപ്പൊ ഉദാഹരണം പറയാ, ഞാൻ കുട്ടികളെ ഞങ്ങൾ കല്യാണത്തിന് നാശാക്കരുതിട്ടാ എന്ന് പറയലും, ഒരു സയ്യിദ് ഞാൻ കണ്ണൂര് ഒരു നിക്കാഹ് നടക്കുക,
നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് കാരണവർ എണീറ്റ് പറഞ്ഞു ഇവിടെ പടക്കം പൊട്ടിക്കലോ ഒന്നും ഉണ്ടാകരുത്. പള്ളിക്കത്തെ കാരണവർ എണീറ്റ് പറഞ്ഞു. നിക്കാഹ് കഴിഞ്ഞു, അൽ ഫാത്തിഹ വിളിച്ചിട്ടുള്ളൂ, പടപടോ. ഒരു സംഘം ആലിമീങ്ങൾ, ഈ പാവപ്പെട്ടവൻ അപ്പുറത്ത് സയ്യിദ് ഒക്കെ ഇരിക്കുമ്പോൾ നിക്കാഹിന്റെ ദ്വാ കേൾക്കാതെയായി. എന്ത് പൊട്ടിയിട്ട്? പള്ളിക്കത്തെ വലിയ കാരണവർ പറഞ്ഞിട്ട് ഒരു കേട്ടില്ല. അതേ സമയത്ത് ഓരോ കൂട്ടത്തിൽ ഒരാൾ പറയാണ്, ഓരോ നെടിയോനുണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലേ, എന്തേ ആ നെടിയോനെ അങ്ങോട്ട് ഈഞ്ചിയാൽ ഓനെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടുക. ഓൻ പറഞ്ഞേടാ അവിടെ മൂല്യന്മാരും മറ്റൊരൊക്കെ ഉണ്ടാവും, അന്യസമുദായക്കാരുണ്ടാവും, നമ്മൾ ഉസ്താദ്മാരെ ഓരോ മാനം കെടുത്തലാവും. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഇതിന് വേണ്ട, നമുക്ക് പന്ത് കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കുക, നിക്കാഹിന് പടക്കം പൊട്ടിക്കണ്ടെന്ന് ഓൻ പറഞ്ഞാലോ? കേൾക്കാതെ എന്നാ വേണ്ട, എന്താ അങ്ങനെ ചെയ്താൽ? ചെറുപ്പക്കാർ പറഞ്ഞാൽ കേൾക്കും, നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. യൂത്ത് അതിലേക്ക് ചേഞ്ചായി പോയി. ഞാൻ പറയുന്ന ഒരു രണ്ടാം കമ്മിറ്റി ഉണ്ടാക്കാം, വേറൊരു ബോഡി ഉണ്ടാക്കുക. ആ ബോഡിയിൽ ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുക. അതിൽപ്പെട്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട നെടിയനായ രണ്ടാളോട് പള്ളി കമ്മിറ്റിക്ക് ഒരു ആക്സസ് കൊടുക്കുക. അപ്പം ഇതൊക്കെ ഓനെയും കൂട്ടി തീരുമാനം എടുക്കുക. അവരോട്ടുള്ള നല്ല ബന്ധം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ ഒരു കാലം വരെ ഉന്തിത്തള്ളിപ്പോവും. എന്താണ് അങ്ങനെ ചെയ്താൽ?